കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ പുനർമൂല്യനിർണ്ണയത്തിൽ 4 മാർക്ക് 40 മാർക്കായി. പഞ്ചവത്സര LLB വിദ്യാർത്ഥിനിയായ നോയ ആസിഫ് കഴിഞ്ഞ വർഷം നവംബറിൽ എഴുതിയ 2ാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം പുറത്തു വന്നപ്പോൾ 75-ൽ 4 മാർക്കാണ് ലഭിച്ചത്. എന്നാൽ റീവാല്യൂഷൻ ഫലം പുറത്തു വന്നപ്പോൾ മാർക്ക് 40ആയി മാറുകയായിരുന്നു. സാനിയോ മനോമിയുടെ വിശദാംശങ്ങളുമായി സാനിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രതികരണം കണ്ടുവരാം. നമ്മൾ റൈറ്റ് ചെയ്തതിൽ വന്നത് 4 മാർക്കാണ് 75 മാർക്കിൽ. അപ്പോൾ ഞാനത് UC മുഖേന യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റീവാല്യൂഷൻ വഴി മാത്രമേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റീവാല്യൂഷൻ കൊടുത്ത് റീവാല്യൂഷൻ്റെ ഒപ്പം തന്നെ സ്ക്രൂട്ടിനിയും ഈ ആൻസർ ഷീറ്റിൻ്റെ ഒരു കോപ്പിക്കും വേണ്ടിയിട്ടാണ് ഞാൻ അപേക്ഷിച്ചത്. അപ്പം അത് അപേക്ഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് റീവാല്യൂഷൻ വന്നത് മെയിലാണ്. മെയിൽ വന്നപ്പം എനിക്ക് 40 മാർക്കായി. അതും ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി കിട്ടിയത്. അപ്പം ഇതിൻ്റെ റീഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ശേഷം USC മുഖേനയും അല്ലാതെ ഞാനും മെയിൽ അയച്ചിട്ട് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് യൂണിവേഴ്സിറ്റിൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല, അതുകൊണ്ട് റീഫണ്ട് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ 2-3 പ്രാവശ്യം ഇങ്ങനെ കൂടുതൽ മാർക്കാണെങ്കിൽ അവർ 2-3 ആൾക്കാരും ഇതിനെ വാല്യുവേറ്റ് ചെയ്യണം. അത് ഉറപ്പാന്ന് വരുത്താൻ വേണ്ടിയിട്ട് വാല്യുവേഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് സംഭവിച്ചത് പറയുന്നത് ഈ ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. അവർ അപ്ലോഡ് ചെയ്യുന്നേരം കാരണം 4:40 ആയതുകൊണ്ട് തന്നെ അവരെ ഭാഗത്തുനിന്ന് വന്ന ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്നാണ് കരുതുന്നത്. അപ്പം അത് പറഞ്ഞിട്ടും അവരെന്താ റീഫണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഇത് 2019-20 ഓഡിറ്റ് റിപ്പോർട്ട്, 2020-21 ഓഡിറ്റ് റിപ്പോർട്ട്, ഈ ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും റീവാലുവേഷൻ നടത്തുന്ന പ്രൊസീജിയർ, അതായത് പുനർമൂല്യനിർണ്ണയത്തിലും മൂല്യനിർണ്ണയത്തിലും വലിയ രീതിയിലുള്ള അപാകതകൾ യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് ഞങ്ങളെ കണ്ടെത്തലല്ല, സർവകലാശാല ഓഡിറ്റ് വിഭാഗവും ഗവൺമെൻറ് ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തിയ കണ്ടെത്തലുകളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു തുടർക്കഥയായി കൊണ്ടേയിരിക്കുകയാണ്. സാനിയോ മനോമിയുടെ വിശദാംശങ്ങളുമായി. സാനിയോ, ഈ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലാണ് ഇത്തരത്തിൽ പുനർമൂല്യനിർണ്ണയത്തിൽ 4 മാർക്ക് 40 മാർക്കായിരിക്കുന്നത്. ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് സർവകലാശാല വിശദീകരണം തരുമ്പോഴും ഗുരുതരമായൊരു പിഴവ് തന്നെയല്ലേ സാനിയോ? അതെ, അത് ഗുരുതരമായ പിഴവ് തന്നെയാണ്. മാത്രവുമല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോയ ആസിഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥിനി 2023 എഴുതിയ പരീക്ഷയുടെ ഫലം 2024 വരുമ്പോഴാണ് 4 മാർക്ക് മാത്രം കിട്ടിയത്. നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ വീണ്ടും പുനർമൂല്യനിർണ്ണയത്തിന് കൊടുക്കുകയായിരുന്നു. പക്ഷേ പുനർമൂല്യനിർണ്ണയമൊക്കെ 2-3 തവണ നടത്തിയാൽ മാത്രമേ ഈ 40 മാർക്ക് എന്ന് പറയുന്നത് 4-നേക്കാൾ ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ 2-3 തവണ പുനർമൂല്യനിർണ്ണയം നടത്തും. അതിനുശേഷം വന്ന മാർക്കും 40 മാർക്കാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നാണ്. ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ സ്വാഭാവികമായും 900 രൂപയ്ക്ക് അടുത്തൊക്കെ ഈ കുട്ടിക്ക് ചിലവാകുന്നുണ്ടാകും. ആ പണം തിരിച്ചു കൊടുക്കണമെന്ന് സർവകലാശാല നോംസിലൊന്നും പറയുന്നില്ല. പക്ഷേ ന്യായമായ ആവശ്യം എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കണമെന്നാണ്. കാരണം വിദ്യാർത്ഥിയുടേതല്ലാത്തൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ പണം തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ പണം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സർവകലാശാല വൈസ് ചാൻസലർക്കും അതുപോലെ പരീക്ഷാ ഭവനുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. ഏതായാലും ഈ അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഭീമമായ ഒരു തുക ഓരോ വർഷവും പുനർമൂല്യനിർണ്ണയത്തിലൂടെ ഇങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിക്കുന്നുണ്ട് എന്നാണ്. പലപ്പോഴും ക്യാമ്പുകളിൽ എത്താൻ മടിക്കുന്ന അധ്യാപകർ ഇതൊക്കെ ഒരു വലിയ പ്രയാസമായി മാറാറുണ്ട്. അതിന് പുറകെയാണ് ഈ ക്ലറിക്കൽ മിസ്റ്റേക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.